ക്യാൻസർ രോഗികൾക്ക് നൽകുന്ന വേദനാസംഹാരി ഗുളികകൾ ലഹരിക്കായി ദുരുപയോഗം ചെയ്ത 3 യുവാക്കൾ ഇടുക്കി നെടുങ്കണ്ടത്ത് പിടിയിൽ. കേരള പോലീസിന്റെ ഓപ്പറേഷൻ തൂഫാൻ പരിശോധനയ്ക്കിടെയാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. ഞെട്ടിക്കുന്ന രീതിയിലാണ് വേദനാസംഹാരി ഗുളികകൾ ശരീരത്തിലേക്ക് കുത്തിവെച്ച് ലഹരി ഉപയോഗിച്ചിരുന്നതെന്ന് പോലീസ് പറയുന്നു. കേരള പോലീസിന്റെ ഓപ്പറേഷൻ തൂഫാൻ പരിശോധനയുടെ ഭാഗമായി ഇടുക്കി നെടുങ്കണ്ടം പോലീസ് നടത്തിയ പരിശോധനയിലാണ് 3 യുവാക്കൾ പിടിയിലായത്. നെടുങ്കണ്ടം സ്വദേശികളായ ഫ്രാൻസിസ്, അൻസിൽ, ജസ്മിൻ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ രാത്രി ഉമ്മാക്കട ഭാഗത്ത് സംശയാസ്പദമായ സാഹചര്യത്തിൽ നിൽക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് പോലീസ് നടത്തിയ പരിശോധനയിലാണ് ഇവരിൽ നിന്ന് ടാബ്ലറ്റുകൾ, ഇൻസുലിൻ സിറിഞ്ചുകൾ, കഞ്ചാവ് ഉപയോഗിക്കാൻ തയ്യാറാക്കിയ ഉപകരണങ്ങൾ എന്നിവ കണ്ടെടുത്തത്. തുടർന്നുള്ള അന്വേഷണത്തിലാണ് ക്യാൻസർ രോഗികൾക്ക് കീമോതെറാപ്പിക്ക് ശേഷം നൽകുന്ന ടാപെൻഡഡോൾ 100 മില്ലിഗ്രാം വേദനസംഹാരി ഗുളികകൾ ലയിപ്പിച്ച് ഇൻസുലിൻ സിറിഞ്ച് ഉപയോഗിച്ച് ശരീരത്തിലേക്ക് കുത്തിവെച്ചാണ് ലഹരി ഉപയോഗിച്ചിരുന്നതെന്ന് കണ്ടെത്തിയത്. പ്രതികളുടെ കൈവശമുണ്ടായിരുന്ന സിഗരറ്റ് കുറ്റികളിൽ കഞ്ചാവും കണ്ടെത്തി. പ്ലാസ്റ്റിക് കുപ്പിയിൽ പ്രത്യേക രീതിയിൽ തയ്യാറാക്കിയ ഉപകരണം ഉപയോഗിച്ച് കഞ്ചാവ് വലിച്ചിരുന്നതായും പോലീസ് അറിയിച്ചു. വേദനാസംഹാരി കുത്തിവെച്ചതിനു ശേഷം കഞ്ചാവ് ഉപയോഗിച്ചാൽ ലഹരി ദീർഘസമയം നിലനിൽക്കുമെന്ന് പ്രതികൾ മൊഴി നൽകിയതായി പോലീസ് വ്യക്തമാക്കി. കട്ടപ്പനയിലെ ഒരു മെഡിക്കൽ സ്റ്റോറിൽ നിന്നാണ് ടാബ്ലറ്റുകൾ വാങ്ങിയതെന്നും ദിവാകർ എന്നയാളുടെ നിർദ്ദേശപ്രകാരമാണ് ഏകദേശം 22,000 രൂപ ചെലവഴിച്ച് മരുന്ന് വാങ്ങിയതെന്നും പ്രതികൾ പോലീസിനോട് സമ്മതിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് ദിവാകറിനെ കണ്ടെത്താനുള്ള അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് നെടുങ്കണ്ടം പോലീസ് അറിയിച്ചു. മീഡിയ ടൈം, കൊച്ചി.